പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യോശുവയുടെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ഒരു സൈന്യാധിപൻ്റെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകം. ഉത്തരം: യോശുവ. ക്വസ്റ്റ്യൻ: ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല എന്ന് ആരോടാണ് യഹോവ പറഞ്ഞത്? ഉത്തരം: യോശുവയോട്. യോശുവ 1:5. ക്വസ്റ്റ്യൻ: ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് എന്ത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന് യഹോവ യോശുവയോട് കൽപ്പിച്ചു? ഉത്തരം: ന്യായപ്രമാണം 1:7. ക്വസ്റ്റ്യൻ: 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ അക്കരെ കടക്കേണ്ടതാകയാൽ എന്ത് ഒരുക്കിക്കൊള്ളുവിൻ എന്ന് യോശുവ പറഞ്ഞു? ഉത്തരം: ഭക്ഷണസാധനം 1:11. ക്വസ്റ്റ്യൻ: ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞത് ആരോട്? ഉത്തരം: യോശുവയോട്. 1:17. ക്വസ്റ്റ്യൻ: ദേശം രഹസ്യമായി ഉറ്റുനോക്കാൻ പോയവർ ആരുടെ വീട്ടിൽ ചെന്ന് പാർത്തു? ഉത്തരം: രാഹാബ്. 2:1. ക്വസ്റ്റ്യൻ: രാഹാബിൻ്റെ അടുക്കൽ ആളയച്ച് നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക എന്ന് പറയിച്ചത് ആര്? ഉത്തരം: യെരിഹോ രാജാവ്. 2:3. ക്വസ്റ്റ്യൻ: രാഹാബ് ഒറ്റുനോക്കുവാൻ ചെന്നവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി എന്തിൻ്റെ ഇടയിൽ ഒളിപ്പിച്ചു? ഉത്തരം: ചണത്തണ്ടുകളുടെ ഇടയിൽ. 2:6. ക്വസ്റ്റ്യൻ: രാഹാബ് കിളിവാതിൽക്കൽ കെട്ടിയത് എന്താണ്? ഉത്തരം: ചുവപ്പ് ചരട്. 2:21. ക്വസ്റ്റ്യൻ: നിങ്ങൾ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിന് മുമ്പായി അക്കരെ കടപ്പിൻ എന്ന് യോശുവ പറഞ്ഞത് ആരോട്? ഉത്തരം: പുരോഹിതന്മാരോട്. 3:6. ക്വസ്റ്റ്യൻ: ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഇസ്രായേല്യരോട് പറഞ്ഞതാര്? ഉത്തരം: യോശുവ. 3:10. ക്വസ്റ്റ്യൻ: കൊയ്ത്തുകാലത്തൊക്കെയും തീരമെല്ലാം കവിഞ്ഞൊഴുകുന്ന നദി? ഉത്തരം: യോർദാൻ. 3:15. ക്വസ്റ്റ്യൻ: ആരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു? ഉത്തരം: പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ. 3:15. ക്വസ്റ്റ്യൻ: യോർദാൻ്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചുനിന്ന സ്ഥലത്ത് നിന്ന് എത്ര കല്ല് എടുക്കുവാൻ യഹോവ കൽപ്പിച്ചു? ഉത്തരം: 12 കല്ല്. 4:3. ക്വസ്റ്റ്യൻ: യോർദാൻ രണ്ടായി പിരിഞ്ഞ് ഇസ്രായേൽ മക്കൾ അതിലൂടെ കടന്നതിന് എന്നേക്കും ജ്ഞാപകമായിരിക്കുന്നത് എന്താണ്? ഉത്തരം: യോർദാനിൽ നിന്നെടുത്ത കല്ലുകൾ. 4:6, 7. ക്വസ്റ്റ്യൻ: എല്ലാ ഇസ്രായേലിൻ്റെയും മുമ്പാകെ യഹോവ വലിയവനാക്കിയത് ആരെ? ഉത്തരം: യോശുവയെ. 4:14. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് ആദ്യം കൂടാരമടിച്ച സ്ഥലമേത്? ഉത്തരം: ഗിൽഗാൽ. 4:19. ക്വസ്റ്റ്യൻ: ചെങ്കടൽ പോലെ വെള്ളം വറ്റിച്ച് ഇസ്രായേൽ അക്കരെ കടന്ന നദിയേത്? ഉത്തരം: യോർദാൻ. 5:1. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളുടെ നിമിത്തം അശേഷം ചൈതന്യമില്ലാതെ ആയത് ആർക്കൊക്കെ? ഉത്തരം: അമോര്യ കനാന്യ രാജാക്കന്മാർക്ക്. 5:1. ക്വസ്റ്റ്യൻ: യഹോവ യോശുവയോട് എന്തുകൊണ്ട് കത്തി ഉണ്ടാക്കി
ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു? ഉത്തരം തീക്കല്ല് കൊണ്ട്. 5-2. ക്വസ്റ്റ്യൻ: യോശുവ ഇസ്രായേൽ മക്കളെ എവിടെ വെച്ച് പരിച്ഛേദന ചെയ്തു? ഉത്തരം അഗ്രചർമ്മഗിരിയിങ്കൽ വെച്ച്. 5-3. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? ഉത്തരം യഹോവയുടെ വാക്ക് അനുസരിക്കായ്ക കൊണ്ട്. 5-6. ക്വസ്റ്റ്യൻ: യഹോവ യോശുവയോട് ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്ത സ്ഥലത്തിന് എന്ത് പേർ പറയുന്നു? ഉത്തരം ഗിൽഗാൽ, ഉരുൾ. 5-9. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് എവിടെ വെച്ച് പെസഹ കഴിച്ചു? ഉത്തരം യെരിഹോ സമഭൂമിയിൽ വെച്ച്. 5-10. ക്വസ്റ്റ്യൻ: പെസഹയുടെ പിറ്റേ ദിവസം തന്നെ ഇസ്രായേല്യർ ദേശത്തെ വിളവ് കൊണ്ടുള്ള എന്തൊക്കെ തിന്നു? ഉത്തരം പുളിപ്പില്ലാത്ത അപ്പവും മലരും. 5-11. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ കനാൻ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം എന്ത് നിന്നുപോയി? ഉത്തരം മന്ന. 5-12. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ അവസാനമായി മന്ന ഭക്ഷിച്ച സ്ഥലമേത്? ഉത്തരം ഗിൽഗാൽ. 5-12. ക്വസ്റ്റ്യൻ: നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് യോശുവ ചോദിച്ചത് ആരോട്? ഉത്തരം യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയോട്. 5-13. ക്വസ്റ്റ്യൻ: യെരിഹോവിനെ ആരുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു? ഉത്തരം ഇസ്രായേൽ മക്കളുടെ നിമിത്തം. 6-1. ക്വസ്റ്റ്യൻ: എന്തുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ യഹോവയുടെ മുമ്പിൽ നടന്ന് കാഹളം ഊതി? ഉത്തരം ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള. 6-8. ക്വസ്റ്റ്യൻ: കാഹളം ഊതുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നത് ആര്? ഉത്തരം ആയുധപാണികൾ. 6-9. ക്വസ്റ്റ്യൻ: വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം, അവ എവിടെ ചേരേണം? ഉത്തരം യഹോവയുടെ ഭണ്ഡാരത്തിൽ. 6-19. ക്വസ്റ്റ്യൻ: ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം മതിൽ വീണു. 6-20. ക്വസ്റ്റ്യൻ: യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ എന്ന് ശപഥം ചെയ്തത് ആര്? ഉത്തരം യോശുവ. 6-26. ക്വസ്റ്റ്യൻ: ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തത് ആര്? ഉത്തരം ആഖാൻ. 7-1. ക്വസ്റ്റ്യൻ: ആഖാൻ ഏത് ഗോത്രക്കാരൻ? ഉത്തരം യഹൂദ. 7-1. ക്വസ്റ്റ്യൻ: ഹായി പട്ടണക്കാർ ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് എവിടെ വെച്ചാണ് അവരെ തോൽപ്പിച്ചത്? ഉത്തരം മലഞ്ചെരുവിൽ. 7-5. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ ഡേഷ് ആയി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ഉത്തരം ശാപഗ്രസ്തരായി. 7-12. ക്വസ്റ്റ്യൻ: മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക, ആര് ആരോട് പറഞ്ഞു?
ഉത്തരം യോശുവ ആഖാനോട് 7:19. ക്വസ്റ്റ്യൻ: ആഖാൻ എത്ര ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻ കട്ടി കണ്ടു മോഹിച്ചു എടുത്തു? ഉത്തരം 50 ശേക്കൽ. 7:21. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ കൽ കൂമ്പാരം കൊണ്ട് ശവകുടീരം നിർമ്മിച്ചതാർക്ക്? ഉത്തരം ആഖാൻ. 7:26. ക്വസ്റ്റ്യൻ: ആഖാൻ കൊല്ലപ്പെട്ട സ്ഥലമേത്? ഉത്തരം ആഖോർ താഴ്വര. 7:26. ക്വസ്റ്റ്യൻ: പരാക്രമശാലികളായ എത്ര പേരെ യോശുവ തിരഞ്ഞെടുത്ത് രാത്രിയിൽ ഹായിയിലേക്ക് അയച്ചു? ഉത്തരം 30,000 പേരെ. 8:3. ക്വസ്റ്റ്യൻ: ഹായി പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ ഡാഷ് ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടു. എന്ത്? ഉത്തരം പട്ടണത്തിലെ പുക. 8:20. ക്വസ്റ്റ്യൻ: ഹായി പട്ടണക്കാരെയൊക്കെയും എന്ത് ചെയ്യും വരെ കുന്തമേന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല? ഉത്തരം നിർമൂലമാക്കും വരെ. 8:26. ക്വസ്റ്റ്യൻ: ഡാഷ് രാജാവിനെ അവൻ സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കി? ഉത്തരം ഹായി. 8:29. ക്വസ്റ്റ്യൻ: യോശുവ യോർദാൻ കടന്ന് ആദ്യം യാഗപീഠം പണിത സ്ഥലമേത്? ഉത്തരം ഏബാൽ പർവ്വതത്തിൽ. 8:20. ക്വസ്റ്റ്യൻ: യോശുവ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. അതിന്മേൽ യഹോവയ്ക്ക് അർപ്പിച്ചത് എന്തൊക്കെ? ഉത്തരം ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും. 8:31. ക്വസ്റ്റ്യൻ: ന്യായപ്രമാണ പുസ്തകം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം മോശയുടെ. 8:31. ക്വസ്റ്റ്യൻ: ഉപായം പ്രയോഗിച്ച് തങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്ന് യോശുവയോട് പറഞ്ഞത് ആര്? ഉത്തരം ഗിബയോൻ നിവാസികൾ. 9:6. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ പുരുഷന്മാർ ആരോട് ചോദിക്കാതെ ഗിബയോൻ നിവാസികളുടെ ഭക്ഷണസാധനം വാങ്ങി ആസ്വദിച്ചു? ഉത്തരം യഹോവയോട്. 9:14. ക്വസ്റ്റ്യൻ: ഉടമ്പടി ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞ ശേഷം ഗിബയോന്യർ സമീപസ്ഥന്മാർ എന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ എന്നും ഇസ്രായേൽ കേട്ടു? ഉത്തരം 3 ദിവസം. 9:16. ക്വസ്റ്റ്യൻ: ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് വഞ്ചിച്ചതിന് യോശുവ ശപിച്ചത് ആരെ? ഉത്തരം ഗിബയോൻ നിവാസികളെ. 9:22-23. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ ഡാഷിൽ മരിച്ചുപോയവർ അധികമായിരുന്നു. എന്തിനാൽ? ഉത്തരം കൽമഴയാൽ. 10:1. ക്വസ്റ്റ്യൻ: അദോനി സേദക് ഏത് രാജ്യത്തിലെ രാജാവാണ്? ഉത്തരം യെരുശലേം. 10:1. ക്വസ്റ്റ്യൻ: ഗിബയോൻ ഇസ്രായേലിനോട് സഖ്യത ചെയ്തതുകൊണ്ട് അതിനെ നശിപ്പിക്കേണ്ടതിന് അമ്മോരി രാജാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിയതാര്? ഉത്തരം അദോനി സേദക്. 10:2. ക്വസ്റ്റ്യൻ: യഹോവ ഡാഷിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്യിച്ച് അവരെ കൊന്നു? ഉത്തരം ആകാശത്തിൽ. 10:11. ക്വസ്റ്റ്യൻ: സൂര്യൻ നിശ്ചലമായ സ്ഥലമേത്?
ഉത്തരം ഗിബയോൻ 10:12. ക്വസ്റ്റ്യൻ: ചന്ദ്ര നീ എവിടെ നിൽക്ക എന്നു യോശുവ പറഞ്ഞു. ഉത്തരം അയ്യാലോൻ താഴ്വരയിൽ 10:12. ക്വസ്റ്റ്യൻ: 5 രാജാക്കന്മാർ ഒരുമിച്ച് ഒളിച്ചിരുന്ന ഒരു ഗുഹ. ഉത്തരം മക്കേദ ഗുഹ 10:17. ക്വസ്റ്റ്യൻ: ഗേസർ രാജാവ് ആര്? ഉത്തരം ഹോരാം 10:33. ക്വസ്റ്റ്യൻ: രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ ഏത് തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങി? ഉത്തരം മേരോം തടാകത്തിനരികെ 11:5. ക്വസ്റ്റ്യൻ: കനാൻ ദേശം ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തത് ആര്? ഉത്തരം പുരോഹിതനായ എലയാസാരും നൂൻ്റെ മകനായ യോശുവയും 14:1. ക്വസ്റ്റ്യൻ: മോശ കൽപ്പിച്ചിരുന്നതുപോലെ കുന്നുകളിലെ പട്ടണങ്ങൾ എന്തു ചെയ്തില്ല? ഉത്തരം ചുട്ടുകളഞ്ഞില്ല 11:12-13. ക്വസ്റ്റ്യൻ: എവിടുത്തെ പട്ടണങ്ങളൊന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല? ഉത്തരം കുന്നുകളിലെ പട്ടണങ്ങൾ 11:13. ക്വസ്റ്റ്യൻ: ഹെഷ്ബോനിൽ പാർത്തിരുന്ന രാജാവ് ആര്? ഉത്തരം അമോര്യ രാജാവായ സീഹോൻ 12:2. ക്വസ്റ്റ്യൻ: യാബോക്ക് നദി ആരുടെ അതിരായിരുന്നു? ഉത്തരം അമ്മോന്യരുടെ 12:2. ക്വസ്റ്റ്യൻ: പിസ്ഗ ചെരുവിൻ്റെ താഴെ തേമാൻ വാണിരുന്നത് ആര്? ഉത്തരം അമോര്യ രാജാവായ സീഹോൻ 12:3. ക്വസ്റ്റ്യൻ: ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ ആരുടെ അവകാശമാകുന്നു? ഉത്തരം ലേവി ഗോത്രത്തിൻ്റെ 13:14. ക്വസ്റ്റ്യൻ: ഏവി, രേഖേം, സൂർ, ഹൂർ, രേബ എന്നിവർ എവിടുത്തെ പ്രഭുക്കന്മാർ? ഉത്തരം മിദ്യാന്യ പ്രഭുക്കന്മാർ 13:21. ക്വസ്റ്റ്യൻ: അസ്താരോത്ത്, എദ്രയി എന്നിവ ഏത് രാജാവിൻ്റെ പട്ടണങ്ങളായിരുന്നു? ഉത്തരം ബാഷാനിലെ ഓഗിൻ്റെ 13:31. ക്വസ്റ്റ്യൻ: 2.5 ഗോത്രങ്ങൾക്ക് യോർദാൻ അക്കരെ അവകാശം കൊടുത്തത് ആര്? ഉത്തരം മോശ 14:3. ക്വസ്റ്റ്യൻ: ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു ആരുടെ വാക്കുകൾ? ഉത്തരം കാലേബിൻ്റെ 14:8. ക്വസ്റ്റ്യൻ: യോശുവ കാലേബിന് അവകാശമായി കൊടുത്തത് എന്ത്? ഉത്തരം ഹെബ്രോൻ മല 14:13. ക്വസ്റ്റ്യൻ: അനാക്യരിൽ വെച്ച് അതിമഹാൻ ആയിരുന്നത് ആര്? ഉത്തരം അർബ 14:15. ക്വസ്റ്റ്യൻ: ഹെബ്രോൻ്റെ പണ്ടത്തെ പേരെന്ത്? ഉത്തരം കിര്യത്ത് അർബ 14:15. ക്വസ്റ്റ്യൻ: ബോഹാൻ്റെ പിതാവ് ആര്? ഉത്തരം രൂബേൻ 15:6. ക്വസ്റ്റ്യൻ: യെരുശലേമിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം യെബൂസ്യഗിരി 15:8.
ക്വസ്റ്റ്യൻ അർബയുടെ പട്ടണമായ ഹെബ്രോൻ ഓഹരിയായി ലഭിച്ചത് ആർക്ക്? ഉത്തരം കാലേബിന് 15:13. ക്വസ്റ്റ്യൻ കാലേബ് നീക്കിക്കളഞ്ഞ 3 അനാക്യർ ആരൊക്കെ? ഉത്തരം ശേഷായി, അഹിമാൻ, തൽമായി. 15:14. ക്വസ്റ്റ്യൻ ദബീരിൻ്റെ മുമ്പിലത്തെ പേരെന്ത്? ഉത്തരം കിര്യത്ത് സെഫർ. 15:15. ക്വസ്റ്റ്യൻ നീരുറവകളെയും കൂടെ എനിക്ക് തരേണം എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം അക്സ കാലേബിനോട്. 15:19. ക്വസ്റ്റ്യൻ എവിടെ പാർത്തിരുന്ന യബൂസ്യരെ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല? ഉത്തരം യെരുശലേമിൽ. 15:63. ക്വസ്റ്റ്യൻ അദാരോത്ത് ആരുടെ അതിരായിരുന്നു? ഉത്തരം അർക്യരുടെ. 16:2. ക്വസ്റ്റ്യൻ എവിടെ പാർത്തിരുന്ന കനാന്യരെ എഫ്രയീമ്യർ നീക്കിക്കളഞ്ഞില്ല? ഉത്തരം ഗേസരിൽ. 16:10. ക്വസ്റ്റ്യൻ കനാന്യർ ഇന്നുവരെ എഫ്രയീമ്യരുടെ ഇടയിൽ എന്ത് ചെയ്ത് പാർത്തുവരുന്നു? ഉത്തരം ഊഴിയവേല. 16:10. ക്വസ്റ്റ്യൻ യുദ്ധവീരനായിരുന്നത് ആര്? ഉത്തരം മാക്കീർ. 17:1. ക്വസ്റ്റ്യൻ മാക്കീർ ആരായിരുന്നത് കൊണ്ട് അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു? ഉത്തരം യുദ്ധവീരൻ. 17:1. ക്വസ്റ്റ്യൻ യോസേഫിൻ്റെ ആദ്യജാതൻ ആര്? ഉത്തരം മനശ്ശെ. 17:1. ക്വസ്റ്റ്യൻ മാഖീറിൻ്റെ മകൻ ആര്? ഉത്തരം ഗിലെയാദ്. 17:1. ക്വസ്റ്റ്യൻ മഹളയുടെയും നോവയുടെയും സഹോദരിമാർ ആരൊക്കെയായിരുന്നു? ഉത്തരം ഹൊഗ്ല, മിൽക്ക, തിർസ. 17:3. ക്വസ്റ്റ്യൻ പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നത് ആർക്ക്? ഉത്തരം ശെലോഫഹാദിന്. 17:3. ക്വസ്റ്റ്യൻ തോട്ടിൻ്റെ വടക്കുവശത്തു കൂടി ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നത് ആരുടെ അതിർ? ഉത്തരം മനശ്ശെയുടെ അതിർ. 17:9. ക്വസ്റ്റ്യൻ യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളൊരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ആരോട് ചോദിച്ചു? ഉത്തരം യോസേഫിൻ്റെ മക്കൾ യോശുവയോട്. 17:14. ക്വസ്റ്റ്യൻ നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്, നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത് എന്ന് യോശുവ പറഞ്ഞത് ആരോട്? ഉത്തരം എഫ്രയീമിനോടും മനശ്ശെയോടും. 17:17. ക്വസ്റ്റ്യൻ ഒരേ പേരുള്ള സ്ഥലവും ദേശവും ലഭിച്ച സഹോദരങ്ങൾ? ഉത്തരം മനശ്ശെ, എഫ്രയീം. ഒരേ പേര് തപ്പൂഹ. മനശ്ശെ തപ്പൂഹ ദേശം, എഫ്രയീം തപ്പൂഹ പട്ടണം. 17:8. ക്വസ്റ്റ്യൻ തപ്പൂഹ ദേശം മനശ്ശെയ്ക്കുള്ളതായിരുന്നു എങ്കിലും മനശ്ശെയുടെ അതിരിങ്കലുള്ള തപ്പൂഹ പട്ടണം ആർക്കുള്ളതായിരുന്നു? ഉത്തരം എഫ്രയീമ്യർക്ക്. 17:8. ക്വസ്റ്റ്യൻ ഇരുമ്പു രഥങ്ങൾ ഉള്ളവരും ബലവാന്മാരുമായത് ആര്? ഉത്തരം കനാന്യർ. 17:18. ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും
ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ എന്ത് നിർത്തി? ഉത്തരം സമാഗമന കൂടാരം. 18-1. ക്വസ്റ്റ്യൻ: ആരുടെ പൗരോഹിത്യം ലേവ്യരുടെ അവകാശമാകുന്നു? ഉത്തരം യഹോവയുടെ പൗരോഹിത്യം. 18-7. ക്വസ്റ്റ്യൻ: ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം എവിടെ വാങ്ങിയിരിക്കുന്നു? ഉത്തരം യോർദാന് കിഴക്ക്. 18-7. ക്വസ്റ്റ്യൻ: ആരുടെ അവകാശത്തിൻ്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസെഫിൻ്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു? ഉത്തരം ബെന്യാമീൻ മക്കളുടെ ഗോത്രം. 18-11. ക്വസ്റ്റ്യൻ: യോശുവ ഇസ്രായേൽ മക്കൾക്ക് എന്ത് പ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു? ഉത്തരം ഗോത്രവിഭാഗപ്രകാരം. 18-10. ക്വസ്റ്റ്യൻ: ഉറപ്പുള്ള ഒരു പട്ടണം ഏത്? ഉത്തരം സോർ. 19-29. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളോട് കൂടെ അവകാശം ലഭിച്ച നേതാവ് ആര്? ഉത്തരം യോശുവ. 19-49. ക്വസ്റ്റ്യൻ: യോശുവയുടെ അപ്പൻ്റെ പേരും എബ്രായ അക്ഷരമാലയിലെ ഒരു അക്ഷരവും ഒന്നാണ്. പേരെന്ത്? ഉത്തരം നൂൻ. 19-49. ക്വസ്റ്റ്യൻ: നഫ്താലിക്ക് കിട്ടിയ ഒരു പട്ടണത്തിൻ്റെയും ഒരു കടലിൻ്റെയും ഒരു തടാകത്തിൻ്റെയും പേര് ഒന്ന്. ഏത് പേര്? ഉത്തരം കിന്നെരോത്ത്. പട്ടണം കിന്നെരോത്ത് പട്ടണം, കിന്നെരോത്ത് കടൽ, കിന്നെരോത്ത് തടാകം. ക്വസ്റ്റ്യൻ: അബദ്ധവശാൽ ഒരാളെ കൊന്നാൽ ഓടിപ്പോയി ഇരിക്കേണ്ടത് എവിടെ? ഉത്തരം സങ്കേത നഗരങ്ങളിൽ. 20-2. ക്വസ്റ്റ്യൻ: സങ്കേത നഗരങ്ങൾ ഏവ? ഉത്തരം കേദേശ്, ഷെഖേം, ഹെബ്രോൻ, ബേസർ, ഗോലാൻ, രാമോത്ത്. 20-7-8. ക്വസ്റ്റ്യൻ: അനാക്കിൻ്റെ അപ്പൻ ആര്? ഉത്തരം അർബ. 21-11. ക്വസ്റ്റ്യൻ: യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത ഡാഷിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. എന്ത്? ഉത്തരം വാഗ്ദാനങ്ങളിൽ. 21-45. ക്വസ്റ്റ്യൻ: മനശ്ശെയുടെ പാതിഗോത്രത്തിന് മോശ എവിടെയാണ് അവകാശം കൊടുത്തിരുന്നത്? ഉത്തരം ബാശാനിൽ. 22-7. ക്വസ്റ്റ്യൻ: യോർദാന് സമീപത്ത് ഒരു യാഗപീഠം പണിതത് ആരൊക്കെ ചേർന്ന്? ഉത്തരം രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവും. 22-10. ക്വസ്റ്റ്യൻ: 2.5 ഗോത്രത്തിനോട് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ കൂടിയ സ്ഥലം? ഉത്തരം ശീലോവ്. 22-12. ക്വസ്റ്റ്യൻ: രൂബേന്യരും ഗാദ്യരും യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യ സാക്ഷി എന്ന് പറഞ്ഞ് യാഗപീഠത്തിനിട്ട പേരെന്ത്? ഉത്തരം ഏത്. 22-34. ക്വസ്റ്റ്യൻ: സേയീർ പർവ്വതം ആർക്കാണ് അവകാശമായി കിട്ടിയത്? ഉത്തരം ഏശാവിന്. 24-4. ക്വസ്റ്റ്യൻ: പണ്ട് നദിക്ക് അക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നത് ആര്? ഉത്തരം തേരഹ്. 24-2. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ കനാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കനാനിൽ പാർത്ത പൂർവ്വപിതാവ് ആര്? ഉത്തരം അബ്രഹാം. 24-3.
ക്വസ്റ്റ്യൻ മിസ്രയീമ്യർ ഡാഷ് ഡാഷ് കൂടെ ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു. എന്തൊക്കെ? ഉത്തരം രഥങ്ങളോടും കുതിരകളോടും കൂടെ. 24:6. ക്വസ്റ്റ്യൻ ബിലയാമിൻ്റെ പിതാവ് ആര്? ഉത്തരം ബെയോർ. 24:9. ക്വസ്റ്റ്യൻ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി ദൈവം അയച്ച ചെറിയ ജീവികൾ. ഉത്തരം കടന്നൽ. 24:12. ക്വസ്റ്റ്യൻ ഏത് ജീവിയാണ് അമോര്യ രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞത്? ഉത്തരം കടന്നൽ. 24:12. ക്വസ്റ്റ്യൻ യോശുവ ഇസ്രായേൽ ജനവുമായി നിയമം ചെയ്ത സ്ഥലമേത്? ഉത്തരം ഷെഖേം. 24:25. ക്വസ്റ്റ്യൻ സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് എവിടത്തെ രാജാവായിരുന്നു? ഉത്തരം മോവാബ്. 24:9. ക്വസ്റ്റ്യൻ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വാക്യം ഏത്? ഉത്തരം യോശുവ. 24:15. ക്വസ്റ്റ്യൻ യോശുവ എത്ര വയസ്സുള്ളവനായി മരിച്ചു? ഉത്തരം 110. 24:29. ക്വസ്റ്റ്യൻ ഏത് മലയുടെ വടക്ക് വശത്താണ് യോശുവയെ അടക്കം ചെയ്തത്? ഉത്തരം ഗായേഷ്. 24:30. ക്വസ്റ്റ്യൻ യോശുവയുടെ ശവശരീരം അടക്കിയത് എവിടെ? ഉത്തരം തിമ്നാത്ത് സേരഹിൽ. 24:30. ക്വസ്റ്റ്യൻ ആരുടെ അസ്ഥികളാണ് മിസ്രൈമിൽ നിന്നും വന്നപ്പോൾ ഇസ്രായേൽ ജനം കൊണ്ടുവന്നത്? ഉത്തരം യോസേഫിൻ്റെ. 24:32. ക്വസ്റ്റ്യൻ യോസേഫിൻ്റെ അസ്ഥികളെ അടക്കം ചെയ്ത സ്ഥലം? ഉത്തരം ഷെഖേം. 24:32. ക്വസ്റ്റ്യൻ എഫ്രയീം പർവ്വതത്തിൽ കുന്ന് കൊടുത്തിരുന്നത് ആർക്ക്? ഉത്തരം ഫീനെഹാസിന്. 24:33. ക്വസ്റ്റ്യൻ യോശുവയുടെ പുസ്തകത്തിലെ ആദ്യ വാക്ക് അവസാന വാക്ക്? ഉത്തരം ആദ്യ വാക്ക് യഹോവയുടെ, അവസാന വാക്ക് അടക്കം ചെയ്തു. ക്വസ്റ്റ്യൻ യോശുവയുടെ പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങളുണ്ട്? ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം വലിയ അധ്യായം 15, 63 വാക്യങ്ങൾ. ചെറിയ അധ്യായം 20, 9 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ യോശുവ ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 6-ാമത്തെ പുസ്തകം. 24 അധ്യായങ്ങൾ, 658 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.